നമസ്കാരം. ബലവാനെ ബലഹീനൻ സഹായിക്കാനാവുമോ ഒരു നിർണായക ഘട്ടത്തിൽ? സാധിക്കും, ചിലപ്പോഴൊക്കെ എങ്ങനെ സാധിക്കും. പക്ഷെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ റഷ്യയെപ്പോലെ വലിപ്പമുള്ള ശക്തിയുള്ള അതിശക്തമായ ഒരു ആണവ ശക്തിയെ യുദ്ധത്തിൽ സഹായിക്കാൻ തക്ക വളർച്ച നേടിയിട്ടുണ്ടോ ഇറാൻ എന്ന രാജ്യത്തിന്? ഇതാണ് ചോദ്യം. താല്പര്യങ്ങൾ കൺവേർജ് ചെയ്യുന്നു, അത് നമുക്കറിയാം. റഷ്യ യുദ്ധത്തിലാണ് ഉക്രൈനുമായി, ഇറാൻ യുദ്ധത്തിലാണ് ഇസ്രയേലുമായി. സ്വാഭാവികമായി രണ്ട് രാജ്യങ്ങളും പരസ്പരം ചേർന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ട്. റഷ്യക്ക് ഇസ്രായേൽ വിരുദ്ധതയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇറാൻ്റെ യുദ്ധത്തിൽ റഷ്യ കാര്യമായ സഹായം ചെയ്തതായി തെളിവില്ല. പക്ഷേ റഷ്യയുടെ യുദ്ധത്തിൽ ഉക്രൈനെ ആക്രമിച്ച റഷ്യയുടെ പോരാട്ടത്തിൽ ഇപ്പോൾ റഷ്യക്ക് ആയുധ ശക്തിയും സൈന്യങ്ങളുടെ എണ്ണവും കാര്യമായി കുറഞ്ഞിരിക്കുന്നു. ആയുധശേഖരം, റഷ്യക്ക് വലിയ ആയുധശേഖരമുണ്ട്, അതൊക്കെ ആണവായുധ ശേഖരമുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 5500 ചില്വാനം ആണവ പോർമുനകൾ റഷ്യയുടെ ശേഖരത്തിലുണ്ട്. ഇതൊന്നും അങ്ങനെ എടുത്തുപയോഗിക്കാവുന്ന ഒരു നിലയിലല്ല. കാരണം അതൊരു കാറ്റസ്ട്രോഫി, ലോകമഹായുദ്ധത്തിലേക്ക് അത് ലോകത്തെ വലിച്ചിഴയ്ക്കും. അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാനാവില്ല. ബാറ്റിൽ ഫീൽഡിൽ വേണ്ടത് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ, ഡ്രോണുകൾ, അങ്ങനെയുള്ള വെടിക്കോപ്പുകൾ, ഇതെല്ലാമാണ്. ഇതിൻ്റെ സപ്ലൈ കുറഞ്ഞു വരുമ്പോൾ, ദീർഘകാലമായി തുടരുന്ന യുദ്ധമാണ്, 1000 ദിവസമായി യുദ്ധം. അപ്പോൾ ഈ 1000 ദിവസമായിട്ടും ശമനമില്ലാതെ മുന്നോട്ട് പോകുന്ന യുദ്ധം ഇനിയും തുടരണമെങ്കിൽ പടക്കോപ്പുകൾ, വെടിക്കോപ്പുകൾ, ആയുധങ്ങൾ, വിമാനങ്ങൾ, അതുപോലെ ഡ്രോണുകൾ എല്ലാം ആവശ്യമാണ്. കഴിഞ്ഞ 2-2.5 വർഷമായി ഡ്രോണുകളുടെ നല്ലൊരു പങ്ക് റഷ്യ ഉക്രൈനിൽ ഉപയോഗിക്കുന്ന ആളില്ല വിമാനങ്ങൾ, അതാണല്ലോ ഡ്രോണുകൾ. വിദൂര നിയന്ത്രിത സംവിധാനങ്ങളാണ് ഡ്രോണുകൾ. ആ ഡ്രോണുകളുടെ ഒരു നല്ല പങ്ക് ഇറാനിൽ നിന്നും റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ വൈകി വരുന്ന വിവരമനുസരിച്ച് ഡ്രോണുകൾക്കുപരിയായി ഇറാൻ്റെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ഫത്ത മിസൈലുകൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്നു. അത് കൊണ്ടുപോകാനായി ഉപയോഗിച്ചിരുന്നത് റഷ്യയുടെ ചില ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകളാണ്. അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കിയ ചില കമ്പനികളുണ്ട്. ഈ കമ്പനികളോട് കട്ടക്കലിപ്പിലാണ് യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖ കക്ഷികൾ, പ്രത്യേകിച്ച് നെയ്റ്റോയിലെ പ്രധാന കക്ഷികൾ. അപ്പോൾ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും അതിന് ഇറാനെതിരെയും റഷ്യക്കെതിരെയും ഉപരോധങ്ങളുമായി നീങ്ങുന്ന കാഴ്ചയാണ് വൈകി പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇറാനെ പോലെ ഒരു രാജ്യത്തെ ബുദ്ധിമുട്ടിലാക്കണമെങ്കിൽ ഇറാനെ നാലുപാടും നിന്നുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തണം. പക്ഷേ ഇറാൻ അങ്ങനെ ഉപരോധം ഏർപ്പെടുത്താനാവില്ല. ഇറാൻ്റെ വടക്കുള്ള കടലുകൾ, കാസ്പിയൻ കടൽ ഉൾപ്പെടെയുള്ള കടലുകൾ റഷ്യയുമായി ലിങ്കുള്ള സമുദ്രങ്ങളാണ്. അപ്പോൾ റഷ്യയിലേക്ക് ഗതാഗതം ബുദ്ധിമുട്ടില്ല. ചൈനയിലേക്കും റഷ്യയിലേക്കും ചരക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അയക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ഇറാനെ പൂർണ്ണമായി ഉപരോധം കൊണ്ട് ഞെരുക്കാൻ ആവില്ല എന്നതാണ് പരമ്പരാഗതമായ സത്യം. അത് ഒരു ജിയോ സ്ട്രാറ്റജിക് ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇറാൻ്റെ താല്പര്യങ്ങൾക്ക് വലിയ തോതിൽ ഇറാൻ്റെ വിദേശത്തുള്ള ആസ്തികൾ മരവിപ്പിക്കാൻ സാധിക്കും. ഇറാൻ്റെ ട്രേഡ്, വെസ്റ്റേൺ വേൾഡുമായുള്ള ഇറാൻ്റെ എണ്ണക്കച്ചവടത്തിന് കാര്യമായ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയും. അതിനെയൊക്കെ മറികടന്നിരുന്നത് ഇറാൻ ചൈനയുമായി എണ്ണ കച്ചവടം നടത്തിക്കൊണ്ടാണ്. ഇന്ത്യയുമായുള്ള എണ്ണ കച്ചവടം ചില സമയത്ത് ഉപരോധം കൊണ്ട് നിർത്തിവെക്കപ്പെടുകയും പിന്നീട് പുനരുജ്ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്തു. റഷ്യയും അതുപോലെ തന്നെയാണ്. റഷ്യക്കെതിരെയൊക്കെ ഉപരോധം പ്രഖ്യാപിച്ചാൽ ലോകത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന റഷ്യ എന്ന വലിയ ഭൂമിക്ക് നേരെ ഒരു ഉപരോധവും കാര്യമായി ഏശില്ല എന്നതാണ് വസ്തുത. റഷ്യയും ഇന്ത്യയും തമ്മിൽ എണ്ണ കച്ചവടം, റൂബിൾ ടേംസിൽ ക്രൂഡ് ഓയിൽ ലാഭകരമായി ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയെടുക്കുന്നു. അമേരിക്കയുടെ വിരട്ടലുകളെ മറികടന്നുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഉപരോധമൊന്നും കാര്യമായി ഏശില്ല എങ്കിലും ഇപ്പോൾ വൈകി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉപരോധത്തിൻ്റെ ഒരു ഗ്രേഡ് കൂടി കൂട്ടിയിരിക്കുകയാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയുണ്ട്. അതാണ് കുറച്ചുകൂടെ സ്തോഭജനകമായ വാർത്ത. നോർത്ത് കൊറിയയുടെ നേതാവ് കിം ജോങ് ഉൻ തൻ്റെ സൈന്യത്തിൻ്റെ ഒരു ചെറിയ പങ്കിനെ റഷ്യയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. കാലാൾ പട്ടാളത്തെ നോർത്ത് കൊറിയൻ ആർമിയുടെ ഒരു 10,000-ൽ പരം സോൾജിയേഴ്സിനെ ഉക്രൈനെതിരെ പോരാടാനായി റഷ്യൻ സൈന്യത്തോടൊപ്പം ചേർത്ത് വിട്ടുകൊടുത്തിരിക്കുന്നു. അത് വലിയ ഒരു വാർത്ത തന്നെയാണ്. അപ്പോൾ അതൊരു ലോകമഹായുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത്? രാജ്യങ്ങൾ കൂടുതൽ രംഗത്ത് വരുന്നു. ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വരുന്നു, നോർത്ത് കൊറിയയിൽ നിന്നും സൈന്യം വരുന്നു. അപ്പോൾ റഷ്യ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്.
ഇനി ആ സാഹചര്യം മറുവശത്ത് നോക്കൂ. അമേരിക്കയുടെ പ്രസിഡന്റ്, ഇപ്പോൾ ഔട്ട് ഗോയിങ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രസ്താവന നടത്തി. തങ്ങൾ ഉക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്. അമേരിക്ക ഉക്രൈന് നൽകുന്ന ആറ്റക്കോംബ് എന്ന് പറയുന്ന മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാം. റഷ്യയുടെ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രദേശമുണ്ട്, ഉക്രൈൻ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു സമീപ പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ഘോരമായ പോരാട്ടം നടക്കുകയാണ്. അവിടെ മാത്രം ഉപയോഗിക്കാൻ റഷ്യൻ മണ്ണിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താൻ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോൾ ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, സെലൻസ്കിയെ താങ്ങി നിർത്തുന്നത് അമേരിക്കയാണ് എന്ന് ലോകത്തോടായി പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത പ്രസിഡന്റ് വരുമ്പോൾ സ്ഥിതിഗതികൾ മാറും, ഉറപ്പാണ്. ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ പുടിനുമായുള്ള പ്രത്യേക സൗഹാർദ്ദം പരിഗണിച്ചുകൊണ്ട് ട്രംപും പുടിനും തമ്മിൽ സഖ്യമാവുകയും അങ്ങനെ ഉക്രൈൻ്റെ കിഴക്കൻ പ്രദേശത്തിൻ്റെ ഒരു ഭാഗം റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സമാധാന കരാറിൽ ഒപ്പിടാനായി രണ്ട് രാജ്യങ്ങളും നിർബന്ധിതരാവുകയും ചെയ്യുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അവസാന ഘട്ടത്തിൽ പരമാവധി പ്രദേശം റഷ്യക്ക് പോകാതിരിക്കാനായി, ഉക്രൈനെ സഹായിക്കാനായി ഔട്ട് ഗോയിങ് പ്രസിഡന്റ് ജോ ബൈഡൻ താൻ ദുർബലനല്ല എന്ന് കാണിക്കാൻ കൂടി, അതാണ് രണ്ടാമത്തെ ഉദ്ദേശം, താൻ ദുർബലനല്ല എന്ന് കാണിക്കാൻ കൂടി ആക്രമണത്തിന് ഒരു 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 ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ സങ്കീർണമായ സിറ്റുവേഷനാണ്. നെയ്റ്റോയ്ക്കൊരു അലിഖിത നിയമമുണ്ട്. നെയ്റ്റോ രാജ്യമല്ല ഉക്രൈൻ. അതുകൊണ്ട് ഉക്രൈനെ പരോക്ഷമായി സഹായിക്കാം. പക്ഷേ നേരിട്ട് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ ഒരു രാജ്യവും, ജർമ്മനി ആകട്ടെ, ഇറ്റലി ആകട്ടെ, ഫ്രാൻസ് ആകട്ടെ, ഇംഗ്ലണ്ട് ആകട്ടെ, രംഗത്ത് വരില്ല. അതിൽ നിന്നും വിഭിന്നമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ ഒരു പ്രഖ്യാപനം. നെയ്റ്റോ രംഗത്ത് വരുന്നില്ല എങ്കിലും അമേരിക്കൻ വെപ്പൺസ് ഉക്രൈൻ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുക വഴി ഒരു ഇൻഡയറക്റ്റായി യുദ്ധരംഗത്തേക്ക് അമേരിക്കയും പ്രവേശിക്കുന്നതിന് തുല്യമാണ്. അതേപോലെ തന്നെയാണ് സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി ബ്രിട്ടനും കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ ട്രംപ് ചുമതലയേൽക്കുന്നതിന് മുൻപുള്ള 2-2.5 മാസം, ഈ സമയം ട്രാൻസിഷണൽ പീരീഡാണ്. ഈ ആലസ്യം സാധ്യതയായി എടുത്തുകൊണ്ട് പടിഞ്ഞാറൻ ബ്ലോക്ക് റഷ്യക്കെതിരെ വലിയ സമ്മർദ്ദം ചെലുത്തുകയും റഷ്യ അതേപോലെ തന്നെ ഉക്രൈനെതിരെ പരമാവധി രാജ്യങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇറാനെയും നോർത്ത് കൊറിയയെയും വേണ്ടി വന്നാൽ ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളും സ്വീകരിക്കുന്നുണ്ട് റഷ്യ. ഇതെല്ലാം വലിയൊരു സങ്കീർണമായ അവസ്ഥാവിശേഷത്തിലേക്കാണ് ഈ രാജ്യത്തെ, ഈ ലോകത്തെ നീക്കിക്കൊണ്ടുപോകുന്നത്. ഇവിടെ കാതലായ ചോദ്യമെന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ തുച്ഛീകരിച്ച് കാണാമോ, അതോ അതൊക്കെ മേലെ വളർന്നു വരുന്ന ഒരു സാംസ്കാരിക ശക്തിയായി, ഒരു പ്രാദേശിക ശക്തിയായി വളർന്നു വരുന്ന ഒരു സിവിലൈസേഷണൽ പവറായി ഭാവിയിൽ ഇറാൻ വളർന്നു വരുമോ? ഇതൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇറാൻ വളർന്നു വരണമെങ്കിൽ ഇറാൻ്റെ രീതികളിൽ കാര്യമായ മാറ്റം വരേണ്ടതുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ ചില നീക്കങ്ങളിലൂടെ, തന്ത്രപ്രധാനമായ ചില ലിങ്കേജസിലൂടെ ഇറാൻ ആ രീതിയിൽ തങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദൗർബല്യം, ഇസ്രയേലുമായി ഉള്ള പോരാട്ടത്തിൽ ചെറിയ തോതിലുള്ള ചില ചലഞ്ചസ് സംഭവിക്കുന്നു. പൂർണ്ണമായി ഇറാൻ തകർച്ചയുടെ വക്കിലൊന്നുമല്ല, എങ്കിൽ പോലും അത് മറികടക്കാൻ ഇങ്ങനെയുള്ള ചില എടുത്തുചാട്ടങ്ങൾ, ചില തന്ത്രപരമായ നീക്കങ്ങൾ എല്ലാം നടത്തുന്ന ഇറാനെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് മധ്യപൗരസ്ത്യ പ്രദേശത്തെ ആ സങ്കീർണ അവസ്ഥയും യൂറോപ്പിലെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ ആ ഒരു സങ്കീർണതയും രണ്ടും യോജിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണുന്നു. അതുകൊണ്ട് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ്, അൺപ്രഡിക്റ്റബിൾ രീതിയിലേക്കാണ് ലോകം നീങ്ങുന്നത്. ഏക രജത രേഖ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ജനുവരി 20, 2025 അമേരിക്കൻ വൈറ്റ് ഹൗസിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ കാര്യമായ മാറ്റം വരുമെന്നത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ.